Activity 4. The poem Lines Written in Early Spring has great relevance in the present world. Even nature is threatened and many species are on the verge of extinction. Write a poem on nature and man in the light of the events occurring around us. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പോയത്തിന് ഇപ്പോൾ കറൻ്റ്ലി നല്ല റെലവൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പോയത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് മാൻ ആൻഡ് നേച്ചർ, മനുഷ്യനും പ്രകൃതിയും എന്ന ഒരു ടോപ്പിക്കിനെ ആസ്പദമാക്കി യു ഷുഡ് റൈറ്റ് എ പോയം. നിങ്ങളൊരു പോയം എഴുതണം. ഇത്തിരി ലെങ്തി ഒന്നും ആവണ്ട. യു ക്യാൻ റൈറ്റ് 4 or 6 lines പോയം and convey your feelings about man and nature through your lines. ഓക്കെ, അത് നിങ്ങൾ എല്ലാ കുട്ടികളും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ടാസ്ക് ആണ്, അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാൻ ആൻഡ് നേച്ചറിനെ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് എന്ത് ഐഡിയാസ് ആണ് നിങ്ങളുടെ 4 lines കൊണ്ട്, അല്ലെങ്കിൽ 6 lines, അല്ലെങ്കിൽ 8 lines, ഓക്കെ, ആസ് മച്ച് ആസ് യു ക്യാൻ റൈറ്റ് എ പോയം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? വെരി ഗുഡ്. ഇപ്പം നമ്മൾ നമ്മുടെ ടെക്സ്റ്റിലെ മെയിൻ ആക്ടിവിറ്റീസ് തീർന്നു. ഇനി നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ചെയ്യാം അല്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി. എന്താണെന്ന് നോക്കിക്കേ. റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് പങ്ക്ച്വേറ്റ് ദം. വാട്ട് ഈസ് പങ്ക്ച്വേറ്റ്? പങ്ക്ച്വേഷൻ എന്താണ്? പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും അറിയാം. പെട്ടെന്ന് ജസ്റ്റ് ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ ഫുൾ സ്റ്റോപ്പ്, കോമ, കോളൻ, സെമി കോളൻ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലമേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, ഇതെല്ലാമാണ് നമ്മുടെ പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നത്. ഇപ്പം ക്ലിയർ ആയില്ലേ? പങ്ക്ച്വേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? പങ്ക്ച്വേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സെന്റൻസ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ പങ്ക്ച്വേഷൻ മാർക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ആൻസർ ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അത് ഒരു സെന്റൻസ് ആണ്, അതുകൊണ്ട് അതിന് ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. ഐ സോ എ കോബ്ര ആൻഡ് എ മോംഗൂസ് ഫൈറ്റിംഗ്. അത് ഒരു സെന്റൻസ് ആണ്, നമ്മളതിന് ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. വാട്ട് എ സ്പെക്ടാക്കുലർ സൈറ്റ്. അത് നമ്മുടെ ഒരു ഇമോഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മളവിടെ എന്ത് ചെയ്തു? നമ്മളവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ആഡ് ചെയ്തു. വിൽ ദ മോംഗൂസ് കിൽ ദ സ്നേക്ക്. വിൽ ദ മോംഗൂസ് കിൽ ദ സ്നേക്ക്. മോംഗൂസ് കോബ്രയെ കൊല്ലോ എന്നുള്ളത് അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതൊരു ചോദ്യമാണ്. ഓക്കെ, ഇപ്പം ഒരു 3 to 4 നമ്മൾ ചെയ്തു അല്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പങ്ക്ച്വേഷൻ മാർക്ക് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി കൂടി കണ്ടിന്യൂ ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ. സൺ ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ. സൺ കഴിഞ്ഞിട്ടൊരു കോമ ഇടണം. എന്താണെന്ന് വെച്ചാൽ സണ്ണിനോട് നമ്മൾ പറയുന്നതായിട്ടാണ് കൊടുക്കുന്നത്. സൺ കഴിഞ്ഞിട്ട് കോമ ഇട്ടു. ഗെറ്റ് ഡൗൺ ഫ്രം ദ ട്രീ എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. പ്ലീസ് ആൻസർ മീ. റിക്വസ്റ്റ് ആണ്, ഫുൾ സ്റ്റോപ്പ് കൊടുത്താൽ മതി. ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. എത്ര നല്ല സന്തോഷകര സമയമായിരുന്നു, എത്ര നല്ല സമയമായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓഹ് ഈസ് ആൻ എക്സ്ക്ലമേഷൻ. നമ്മുടെ ഒരു ഇമോഷനാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ആദ്യവും അവസാനം നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ആഡ് ചെയ്യണം. ലാസ്റ്റ് വൺ, വാട്ട് ഡിഡ് മാൻ ഡു ടു നേച്ചർ. മനുഷ്യൻ എന്താണ് പ്രകൃതിയോട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ആൻഡ് വി വിൽ ആഡ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഹിയർ. റെഡി അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ പങ്ക്ച്വേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്? മേ ബി നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട് പങ്ക്ച്വേറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പൊ പങ്ക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർക്കുക. ഈ രീതിയിലുള്ള എന്തൊക്കെയാണ്? ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്, കോളൻ, സെമി കോളൻ, എക്സെട്ര. ഇങ്ങനെയുള്ള ഓരോ പങ്ക്ച്വേഷൻസ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ പങ്ക്ച്വേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല, അതിന് ബാക്കി കുറച്ചുകൂടി ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഡിസ്കസ്. ബേസ്ഡ് ഓൺ ദ പങ്ക്ച്വേഷൻ മാർക്സ് ഹൗ മെനി സെന്റൻസ് ടൈപ്സ് ക്യാൻ യു ഐഡന്റിഫൈ. ഇപ്പൊ നമ്മൾ പങ്ക്ച്വേഷൻ ഇട്ടു അല്ലേ? എല്ലാം ഒരുപോലെ ആയിരുന്നോ? അല്ല, ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പൊ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ നമുക്ക് എത്ര ടൈപ്പ് സെന്റൻസസ് അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്
ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി അവിടെ കാണാൻ പറ്റുന്നത് 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ആണ്. ഓക്കെ. ബി, ആർ there 2 ടൈപ്സ് ഓഫ് സെന്റൻസസ് in the above set that end in a full stop? ഫുൾ സ്റ്റോപ്പിൽ തന്നെ അവസാനിക്കുന്ന 2 ടൈപ്പ് സെന്റൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, there are. ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ സി, വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദീസ് സെന്റൻസസ്? അപ്പോൾ ഈ സെന്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, ദ ഡിഫറൻസ് ഈസ് ദേ ആർ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇംപെററ്റീവ്സ്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഫുൾ സ്റ്റോപ്പ് ഇടുന്ന 2 ടൈപ്പ് സെന്റൻസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പം ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പിന്നെയുള്ളത് എന്താണ്? ഇംപെററ്റീവ്സ്. ഈ 2 ടൈപ്പാണ് ഫുൾ സ്റ്റോപ്പിൽ തന്നെ വരുന്ന സെന്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോണ്ട് വറി, ആരും പാനിക് ആവേണ്ട. നമ്മൾ ഇത് എന്തൊക്കെയാണെന്ന് ഇനിയും കൂടുതൽ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങൾ തൽക്കാലം ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയാൽ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. നമുക്കിനി ബാക്കി കൂടി നോക്കാം. റെഡി അല്ലേ? Based on your discussion, how many sentence types you can identify? മൊത്തം എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് എഗെയിൻ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എത്ര ടൈപ്പാണ്? 4 ടൈപ്സ് അല്ലേ? 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സെന്റൻസസ് യു ക്യാൻ ഐഡന്റിഫൈ? അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഏതൊക്കെ ഐഡന്റിഫൈ ചെയ്തു? വി ഹാവ് സ്റ്റേറ്റ്മെന്റ്സ്, then we have questions, when we have imperatives, and finally we have exclamations. ഇതാണ് ആ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് വന്നിരിക്കുന്നത്? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റും സെക്കൻഡും സ്റ്റേറ്റ്മെന്റ്സ് ആണ്. 5th ആൻഡ് 6th എന്നുള്ളത് ഒന്നുകിൽ കമാൻഡിങ് ആണ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആണ്. 4th ആൻഡ് 8th ആർ questions. 4ഉം 8ഉം questions ആണ്. 3 and 7 are exclamations. അപ്പോൾ ഇതാണ് 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ്, കമാൻഡ്സ് ഓർ റിക്വസ്റ്റ്, ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സ്ക്ലമേഷൻസ്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിലെ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് സെന്റൻസസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ചെയ്തത്. ഏത്? പങ്ക്ച്വേറ്റ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ആദ്യം നമ്മൾ പങ്ക്ച്വേറ്റ് ചെയ്തതിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ക്ലിയർ അല്ലേ? ഇതുവരെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി ബാക്കി കൂടി നോക്കാം. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് ആർ കോൾഡ് അസർട്ടീവ് സെന്റൻസസ്. സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസർട്ടീവ് സെന്റൻസസ്. അപ്പൊ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആദ്യത്തേത് ഏതാണ്? അസർട്ടീവ് സെന്റൻസസ്. ഓർത്തിരിക്കുമല്ലോ അല്ലേ? ഓർത്തിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴും ഒന്ന് യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലുള്ളത് വളരെ നന്നായിരിക്കും. സെക്കൻഡ് വൺ, സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസ് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ആർ കോൾഡ് ഇംപെററ്റീവ്സ്. അപ്പൊ സെക്കൻഡ് വൺ ആണ് ഇംപെററ്റീവ് സെന്റൻസസ്. എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? കമാൻഡ്, ഓർഡർ ആൻഡ് റിക്വസ്റ്റ്. Third type, sentences that ask questions are called interrogatives. എന്താണ്? Interrogatives. Fourth one, 4 types ഉള്ളൂ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. Fourth one, sentences that express emotions and feelings. Emotions and feelings കാണിക്കുന്നത് എന്താണ്? Exclamations. ഇമോഷൻ ആൻഡ് ഫീലിംഗ് കാണിക്കുന്നത് മാത്രം നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? എക്സ്ക്ലമേഷൻ മാർക്ക്. ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ആഡ് ചെയ്യുന്ന സെന്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്ക്ലമേറ്ററി സെന്റൻസ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻസ് എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എത്ര ടൈപ്പ് ഓഫ് സെന്റൻസസ് ഉണ്ട് നമുക്ക്? 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്. അസർട്ടീവ്, ഇംപെററ്റീവ്, ഇന്ററോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്. ക്ലിയർ അല്ലേ? എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ. കൂട്ടുകാർ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കഥ പോലെ മനസ്സിൽ ഓർത്തെടുത്തങ്ങ് പഠിച്ചാൽ മതി. 4 ടൈപ്സ് ഓഫ് സെന്റൻസസ്: അസർട്ടീവ്, ഇംപെററ്റീവ്, ഇന്ററോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി. എല്ലാ കൂട്ടുകാരും ഓർത്തിരിക്കണം കേട്ടോ. വെരി ഗുഡ്.
ഇപ്പം നമ്മൾ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ഇൻ ഇംഗ്ലീഷ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ്. അഗെയിൻ നൗ റൈറ്റ് 2 എക്സാമ്പിൾസ് ഈച്ച് ഫോർ ദ സെൻറ്റൻസ് ടൈപ്സ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച സെൻറ്റൻസ് ടൈപ്സിന് ഈ 2 എക്സാമ്പിൾസ് വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടൈപ്പ് അസർട്ടീവ് സെൻറ്റൻസ്, മൈ ഫാദർ വർക്ക്സ് ഇൻ ദുബായ്, അവർ ടീച്ചർ ടീച്ചേഴ്സ് വെൽ. സെക്കൻഡ് വൺ ഇംപെററ്റീവ്സ്, open the window, please give me that book. Third type interrogatives, where are you going, why do you sleep in the class. Fourth one exclamatory, what a beautiful girl, how nicely he sings. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്, അതിന് മാച്ച് ചെയ്യുന്ന ആ സെൻറ്റൻസ് ടൈപ്പിൽ വരുന്ന 2 സെൻറ്റൻസസ് വെച്ച് നമ്മൾ 4 ടൈപ്സിനും എഴുതാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആകുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദ ആക്ടിവിറ്റി. കുറച്ച് ലെങ്തി ആക്ടിവിറ്റി ആയിരുന്നു, ബട്ട് ഇറ്റ് ഈസ് ഈസി. പങ്ക്ച്വേഷൻ മാർക്സിനെ ബേസ് ചെയ്ത് സെൻറ്റൻസ് ടൈപ്പ് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ തന്നിരിക്കുന്ന കുറേ അധികം സെൻറ്റൻസസ് ഉണ്ട്. ആ സെൻറ്റൻസുകളെല്ലാം ആദ്യമേ നമ്മൾ വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടീച്ചർ വായിക്കുകയാണ്, ഞാൻ വായിക്കുന്ന കൂട്ടത്തിന് എല്ലാവരും എൻ്റെ കൂടെ വായിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ, ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ ദി ട്രീ. 2, ഐ വാസ് നോട്ട് അഫ്രൈഡ്. 3, ഗ്രാൻഡ് ഫാദർ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഗാർഡൻ. 4, the combatants were not aware of my presence in the banyan tree. 5, I don't get any sleep at all. 6, my first friend was a small grey squirrel. 7, the house was not electrified. 8, the snake slithered along my shoulder. 9, I was no mere image cut in granite. 10, the snake looked into the mirror and saw its reflection. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 10 സെൻറ്റൻസസ് തന്നിരിക്കുന്നത് വായിച്ചു. ഇനി ഈ സെൻറ്റൻസസ് വെച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, categorize the above sentences into affirmative and negative and complete the following table. അപ്പോൾ എന്താണ് ആക്ടിവിറ്റി? ആ സെൻറ്റൻസസിന് ശേഷം ഈ സെൻറ്റൻസസ് വായിച്ചിട്ട് ഇതിലെ അഫർമേറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസസ് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ 2 കോളത്തിലാക്കി എഴുതുക. സിമ്പിൾ ആക്ടിവിറ്റി ആണ് അല്ലേ? അപ്പോൾ ആക്ടിവിറ്റി സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നിക്കണമെങ്കിൽ എന്താണ് അഫർമേറ്റീവ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കണം, നെഗറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? നെഗറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവിനെയാണ് നമ്മൾ അഫർമേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സെൻറ്റൻസസ് വിച്ച് സ്റ്റേറ്റ് പോസിറ്റീവ് ഫാക്ട്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ അഫർമേറ്റീവ് ഓർ പോസിറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ്. എന്താണ്? ദ സെൻറ്റൻസസ് ദാറ്റ് എക്സ്പ്രസ് നെഗറ്റീവ് ഐഡിയാസ്. നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കൺവേ ചെയ്യുന്നതിന് നെഗറ്റീവ് സെൻറ്റൻസസ് എന്നും പോസിറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കൺവേ ചെയ്യുന്നതിന് നമ്മൾ അഫർമേറ്റീവ് സെൻറ്റൻസസ് എന്നും പറയും. അപ്പോൾ നമ്മുടെ അഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി ആ സെൻറ്റൻസസിന് എളുപ്പമാണ് നമുക്ക് അഫർമേറ്റീവും നെഗറ്റീവും ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം അല്ലേ? നോക്കിക്കേ, അഫർമേറ്റീവ് സെൻറ്റൻസസ്, നെഗറ്റീവ് സെൻറ്റൻസസ്. ആദ്യം നമുക്ക് അഫർമേറ്റീവ് സെൻറ്റൻസസ് വായിക്കാം. I had built a small platform on the tree. Grandfather had a very beautiful garden. My best friend was a grey squirrel. The snake slithered among my shoulder. The snake looked into the mirror and saw its reflection. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പോസിറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെഗറ്റീവ് സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് വായിക്കാം അല്ലേ? നെഗറ്റീവ് സെൻറ്റൻസസ് ഇതൊക്കെയാണ്. I was not afraid. The combatants were not aware of my presence in the banyan tree. I don't get any sleep at all. The house was not electrified. I was no mere image cut in granite. ഇത്രയാണ് നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പമായിരുന്നു അല്ലേ? വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റി ആയിരുന്നു. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല. ആവണമെങ്കിൽ 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്.
ക്വസ്റ്റ്യൻ നോക്കിക്കേ. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസസിനെ നമ്മളോട് വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കിട്ടോ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനകത്തെ നെഗറ്റീവായിട്ട് വരുന്ന വേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫൈ ദ എബോവ് വേർഡ്സ് ദാറ്റ് മേക്ക് ദ സെന്റൻസ് നെഗറ്റീവ് എന്നുള്ളതാണ്. സെന്റൻസിനെ നെഗറ്റീവ് ആകുന്ന വേർഡ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. ഗ്രാൻഡ് ഫാദർ റെയർലി സ്മോക്ഡ് എ പൈപ്പ്. അപ്പം റെയർലി എന്നുള്ളതാണ് ഇവിടുത്തെ നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഏതാണ്? റെയർലി. നോക്കിക്കേ. സെക്കൻഡ് വൺ, the maid would hardly clean the garden. Hardly. He could scarcely control his joy. Scarcely. Fourth one, I will seldom pray for you. Seldom. ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ആ സെന്റൻസിന് നെഗറ്റീവ് മീനിങ്സ് തരുന്ന വേർഡ്സ് ആണ്. ഓക്കെ. There are few snakes in the garden. Few. There is little water in the pond. Little. ഇതെല്ലാം നെഗറ്റീവ് മീനിങ്സ് തരുന്ന വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വേർഡ്സ് ഇപ്പോൾ പരിചയപ്പെട്ടു? ലിറ്റിൽ, ഫ്യൂ, സെൽഡം, സ്കേസ്ലി, ഹാർഡ്ലി, റെയർലി. അല്ലേ? ടോട്ടൽ 6 വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്ര വരെ മനസ്സിലായല്ലോ. ഈ തന്നിരിക്കുന്ന 6 സെന്റൻസസിലെ നെഗറ്റീവ് വേർഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതായിരുന്നു ഈ ആക്ടിവിറ്റി. ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഇതാണ്. റീറൈറ്റ് ദ ഗിവൺ സെന്റൻസസ് ഇൻടു നെഗറ്റീവ് സെന്റൻസസ് യൂസിങ് ദ വേർഡ്സ് യു ഹാവ് ഐഡന്റിഫൈഡ്. നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഫ്യൂ, ലിറ്റിൽ, സ്കേസ്ലി, ഹാർഡ്ലി, റെയർലി. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ വേർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന സെന്റൻസസ്, ഇത് പോസിറ്റീവ് സെന്റൻസസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിനിടയ്ക്ക് ഈ വാക്കുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ സെന്റൻസ് ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് സെന്റൻസസ് ആയിട്ട് മാറും. ഓക്കെ. അപ്പൊ ടീച്ചർ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ കാണിച്ചു തരും ആദ്യമേ. അതിന്റെ കൂട്ടുകാരെ അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ആ വേർഡ് അവിടെ ആഡ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ടീച്ചർ ഡിസ്കസ് ചെയ്ത ആൻസർ പറഞ്ഞുതരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ആൻസർ എല്ലാം ട്രൈ ചെയ്യണം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ദെയർ ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം. എല്ലാ സ്റ്റുഡൻസും തന്നെ വീട്ടിൽ പോയി ടെക്സ്റ്റ് ബുക്ക് വായിക്കാറുണ്ട്. അപ്പൊ ആരും തന്നെ വായിക്കാറില്ല എന്ന് മീനിങ്സ് വരണമെങ്കിൽ നമ്മൾ ഇതിൽ ഒരു വേർഡ് ആഡ് ചെയ്താൽ മതി. നമ്മൾ കണ്ടുപിടിച്ച വേർഡ്സിൽ നിന്നും ദ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ഹാർഡ്ലി. ഓക്കെ. ഈ വേർഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെയായി സെന്റൻസ് ആയി മാറുന്നത്? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാർഡ്ലി റീഡ് ദെയർ ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം. ഇവിടം വരെ വായിച്ചിട്ട് ഈ വേർഡ് ഇവിടെ ആഡ് ചെയ്യണം. ഈ വേർഡിന്റെ ബാക്കിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇതിനിടയ്ക്ക് ആ വേർഡ് വരും. ക്ലിയർ അല്ലേ? മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റീഡ് ദെയർ ടെക്സ്റ്റ് ബുക്സ് അറ്റ് ഹോം. ഹാർഡ്ലി. ഹാർഡ്ലി എന്നുള്ള വേർഡ് ആഡ് ചെയ്തപ്പം അത് നെഗറ്റീവായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന സെന്റൻസസ് ഒക്കെ ആദ്യം ഒന്ന് വായിച്ചേ. ദ ബോയ്സ് ഡു ഡെയറിംഗ് ടാസ്ക്. ഇറ്റ് റെയിൻസ് ഹെവിലി. ദ സ്റ്റുഡൻസ് ഹാവ് കംപ്ലീറ്റഡ് ദെയർ വർക്ക്. ദ ബോയ്സ് പ്ലേ ഓൺ ദി ഗ്രൗണ്ട്. ഐ റൈറ്റ് ലെറ്റേഴ്സ് ടു മൈ ഫ്രണ്ട്സ്. ബാക്കി 5 സെന്റൻസസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ മുമ്പേ കാണിച്ചതിൽ ബാക്കി മിച്ചമുള്ള വേർഡ്സ് ഏതൊക്കെയാണുള്ളത്? ഫ്യൂ ഉണ്ട്, ലിറ്റിൽ ഉണ്ട്, സ്കേഴ്സ്ലി ഉണ്ട്, റെയർലി ഉണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിന്റെ ആൻസർ എഴുതാനായിട്ട്. അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതാനായിട്ട്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ആൻസർ. ഓക്കെ. അപ്പൊ ടീച്ചർ ഇതിന്റെ ആൻസർ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കിക്കേ. സെക്കൻഡ് വൺ, ദ ബോയ്സ് റെയർലി ഡു ഡെയറിംഗ് ടാസ്ക്. നെഗറ്റീവ് മീനിങ് വന്ന കണ്ടോ? തേർഡ് വൺ, ഇറ്റ് സെൽഡം റെയിൻസ് ഹെവിലി. സെൽഡം റെയിൻസ് ഹെവിലി. ഫോർത്ത് വൺ, few students have completed their work. Then the boys seldom play on the ground. Last sentence, I scarcely write letters to my friends. അപ്പോൾ നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച വാക്കുകൾ എല്ലാം ഇവിടെ പല പല സ്ഥലത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പോസിറ്റീവായ സെന്റൻസ് എല്ലാം നെഗറ്റീവായിട്ടുള്ള സെന്റൻസസ് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ എല്ലാവർക്കും? എളുപ്പമാണല്ലേ?
പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ ഈ ആക്ടിവിറ്റി ഇവിടെയാണ് തീരുന്നത് കേട്ടോ. ഓക്കെ, ഈ ആക്ടിവിറ്റി ഇവിടെ തീരുകയാണ്. ഓക്കെ, അഫർമേറ്റീവ് നെഗറ്റീവ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് തീർന്നതേ ഉള്ളൂ അല്ലേ? അപ്പം അതുപോലത്തെ ആക്ടിവിറ്റി അല്ല, അതിന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാലും പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് അറിയാമായിരിക്കണം ഈ ആൻസർ ചെയ്യുമ്പോൾ. റീറൈറ്റ് ദ ഫോളോയിങ് അഫർമേറ്റീവ് സെന്റൻസസ് ആസ് നെഗറ്റീവ് സെന്റൻസസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ മീനിങ്. എങ്ങനെയാണ് എഴുതേണ്ടത്? താഴെ തന്നിരിക്കുന്ന പോസിറ്റീവ് സെന്റൻസിനെ അതിന്റെ മീനിങ്ങിന് ഒരു വ്യത്യാസവും വരുത്താതെ തന്നെ നെഗറ്റീവ് സെന്റൻസ് ആക്കണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു സെന്റൻസിൽ നമ്മൾ എപ്പോഴെങ്കിലും നെവർ എന്ന് ആഡ് ചെയ്താൽ അത് നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറും. ഓക്കെ, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? ഞാൻ ചെയ്യും. ഐ വിൽ ഡു ഇറ്റ്. ഐ വിൽ നെവർ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനത് ഒരിക്കലും ചെയ്യില്ല എന്നായിട്ട് മാറും. ചെറിയൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് വാട്ട് ഹാപ്പൻസ്, ദി മീനിങ് ഈസ് ടോട്ടലി ചേഞ്ച് ദെയർ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സെന്റൻസസ് മാറ്റി എഴുതുന്നതെന്ന്. ഫസ്റ്റ് വൺ, ജാക്ക് ഓൾവേസ് അഗ്രീസ് ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. ജാക്ക് seldom agrees to help his friends. Second one, he drives his car very carefully. He hardly drives his car very carefully. മനസ്സിലായില്ലേ? രണ്ട് പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കി അല്ലേ? ബാക്കി കൂടി നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കേ, സ്റ്റെല്ല ഈസ് prettier than മേരി. സ്റ്റെല്ല ഈസ് prettier than മേരി. സ്റ്റെല്ല ഈസ് നോട്ട് prettier than മേരി. നോട്ട് എന്നാണ് ചെയ്തപ്പോൾ എന്തായി? മീനിങ് മാറി. Fourth one, they have accepted the invitation. Answer, they have not accepted the invitation. Fifth one, a fox is cleverer than a jackal. A fox is not cleverer than a jackal. Sixth one, this shop sells expensive articles. This shop never sells expensive articles. Clear ആണല്ലോ അല്ലേ? ബാക്കി കൂടി നമുക്ക് നോക്കാം. 7, she always keeps her room tidy. She never keeps her room tidy. 8th one, he is polite to everyone. He is never polite to everyone. He is very industrious. He is rarely very industrious. Last sentence, he is always late for his class. He is never late for his class. നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ഫുൾ ആയിട്ടോടെ കംപ്ലീറ്റ് ആയി. ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ ചെയ്തത്? നെഗറ്റീവ് പോസിറ്റീവ് സെന്റൻസസിനെ നമ്മൾ മനസ്സിലാക്കി. നെഗറ്റീവ് പോസിറ്റീവ് സെന്റൻസസിനെ മനസ്സിലാക്കിയിട്ട് ഏത് വേർഡ്സ് ആണ് അവിടെ നെഗറ്റീവ് ആയിട്ട് വന്നതെന്ന് മനസ്സിലാക്കി അത് യൂസ് ചെയ്ത് പോസിറ്റീവ് സെന്റൻസിനെ നെഗറ്റീവ് ആക്കി, നെഗറ്റീവ് സെന്റൻസിനെ പോസിറ്റീവ് ആക്കി. ക്ലിയർ അല്ലേ ആക്ടിവിറ്റി? വെരി ഗുഡ്. നമുക്കപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 3 നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. ആക്ടിവിറ്റി 3 ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് റീഡ് ദ തേർഡ് ആക്ടിവിറ്റി. ലെറ്റ് us കൺസിഡർ ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പോൾ ആദ്യം നമുക്ക് താഴെ തന്നിരിക്കുന്ന സെന്റൻസസ് ഒന്ന് പഠിക്കാം. The boys are playing in the ground. ബോയ്സ് എല്ലാം ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അപ്പം ഈ സെന്റൻസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഇസ് നൗൺ ഫ്രേസ്, ദെൻ വെർബ് ഫ്രേസ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. NP എന്ന് പറഞ്ഞാൽ നൗൺ ഫ്രേസ് ആണ് കേട്ടോ. എന്താണ്? നൗൺ ഫ്രേസ്. പിന്നെ വരുന്നത് നമ്മുടെ വെർബ് ഫ്രേസും. ഓക്കെ, ഈ നൗൺ ഫ്രേസ് നോക്കിക്കേ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഗ്രാമർ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിളും നൗണും ഒക്കെ ഇല്ലേ? അപ്പം ദ എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളാണ്, ബോയ് എന്ന് പറയുന്നത് നൗണും. പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ വെർബ് പാർട്ടോടെ വരുമ്പോഴാണ് സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ എന്താണ് വേർഡ് പിരമിഡ് ഒക്കെ എഴുതാൻ പഠിച്ചിട്ടുണ്ട്.
ആർട്ടിക്കിൾ പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് അങ്ങനെ എഴുതാൻ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ദ ബോയ്സ് ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്നുള്ളതിൽ ദ ബോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ നൗൺ ഫ്രേസും ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിന്റെ വെർബ് ഫ്രേസുമാണ്. ഈ നൗൺ ഫ്രേസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് ആർട്ടിക്കിളും ഹെഡ് നൗണും ആക്കി. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് സെന്റൻസ് നോക്കിക്കേ. ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ വാസ് ഹെൽപ്ലെസ്. അപ്പൊ ഇതിനകത്തുകൊണ്ട് നൗൺ ഫ്രേസും വെർബ് ഫ്രേസും. അപ്പോൾ ഓൾഡ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നതാണ് നമ്മുടെ നൗൺ ഫ്രേസ്, ഇത് അതിന്റെ വെർബ് ഫ്രേസും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നൗൺ ഫ്രേസും വെർബ് ഫ്രേസും. ഓക്കെ, വെർബ് ഫ്രേസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് നൗൺ ഫ്രേസ് എങ്ങനെയാണ് വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ദാ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ്, ഗ്രാൻഡ് ഫാദർ ആണ് അവിടുത്തെ ഹെഡ് നൗൺ എന്ന് നമുക്ക് പറയാനായിട്ട് വരും. ഓൾഡ് എന്നുള്ളത് ഗ്രാൻഡ് ഫാദറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വേർഡാണ്. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സിനെ നമ്മൾ എന്ത് പറയും? അഡ്ജക്റ്റീവ്സ്, വിശേഷണങ്ങൾ എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണ് ആർട്ടിക്കിൾ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് ഹെഡ് നൗൺ എന്ന ആൻസർ വന്നിരിക്കുന്നത്. അതിന്റെ ബാക്കിയായിട്ട് എന്താണ്? പ്ലസ് നമ്മുടെ വെർബ് ഫ്രേസ്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രണ്ട് സെന്റൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്നാണ് വിചാരിക്കുകയാണ്. അപ്പൊ ഇനിയാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാൻ പോകുന്നത്. നോക്കിക്കേ, കുറെ സെന്റൻസസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന സെന്റൻസസിനെ എല്ലാം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിനെയും പിക്ചർ വരയ്ക്കാൻ സമയമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു പോവാണ്. അപ്പൊ കൂട്ടുകാരെല്ലാവരും നോട്ട്ബുക്കിൽ ഇത് എന്ത് ചെയ്യണം? എല്ലാം ആദ്യത്തെ സെന്റൻസ് ബ്രാഞ്ച് ചെയ്തതുപോലെ നിങ്ങൾ ബ്രാഞ്ച് ചെയ്ത് എഴുതി വെക്കണം കേട്ടോ. വിച്ച് ഹെൽപ്സ് യു ടു കംപ്ലീറ്റ് യുവർ എക്സാംസ്. മേ ബി യു ഷുഡ് അറ്റൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എക്സാംസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ അത് ബ്രാഞ്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ മോർ ഹെൽപ്സ് യു. കാരണം അങ്ങനെ ബ്രാഞ്ച് ചെയ്ത് എഴുതി പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആവുന്നത്. ഫസ്റ്റ് സെന്റൻസ് നോക്കിക്കേ. ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ. ദ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ. മാഗ്നിഫിഷ്യന്റ് ഓൾഡ് എന്നുള്ളത് രണ്ടും അഡ്ജക്റ്റീവ്സ് ആണ്. എന്തിനെ? ബനിയൻ ട്രീ എന്ന് പറയുന്ന നൗണിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്, ആർട്ടിക്കിൾ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. ഇത് നോക്കിക്കേ. സെക്കൻഡ്, ആൻ ഓൾഡ് ട്രീ. കണ്ടോ? ആൻ ഓൾഡ് ട്രീ എന്നുള്ളതിനകത്തെ ആൻ എന്നുള്ളത് ആർട്ടിക്കിൾ ആണ്, ഓൾഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ്, ട്രീ എന്നുള്ളത് നൗണ്. ഓക്കെ, ഇനി സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, സെന്റർ എന്ന് പറയുന്നത് നൗൺ ആണ്, ഓഫ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ ആണ്, അട്രാക്ഷൻ എന്ന് പറയുന്നത് അഗെയിൻ നൗൺ യൂസ് ചെയ്തിരിക്കുകയാണ്. തേർഡ് സെന്റൻസ് എന്താണ്? The cobra was a skillful and experienced fighter. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതണം? The cobra, the article ആണ്, cobra is the noun. Then a എന്നുള്ളത് again article ആണ്, skillful adjective ആണ്, and conjunction ആണ്, experienced എന്നുള്ളത് participle ആണ്, fighter എന്നുള്ളത് noun ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇത് നിങ്ങൾ ഗ്രാമർ പഠിക്കുമ്പോൾ, പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ അറിയത്തില്ലാത്ത കൂട്ടുകാർ എന്ത് പഠിക്കണം? പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം. പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് 8 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. ഇതാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തെ കാര്യങ്ങളാണ് നമ്മൾ, അതാണ് ഈ ആർട്ടിക്കിൾ, നൗൺ, അഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ എന്നൊക്കെ പറയുന്നത് അതാണ്. ഓക്കെ, ഡോണ്ട് വെറി. അറിയത്തില്ലാത്ത കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് മാത്രം ഒന്ന് പഠിക്കാം. വളരെ എളുപ്പമാണ് അതൊക്കെ പഠിക്കാൻ കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മുടെ ഫോർത്ത് സെന്റൻസ് എന്താണ്? ദ സ്മോൾ റെന്റഡ് റൂം വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ദ ആർട്ടിക്കിൾ, സ്മോൾ, റെന്റഡ്, റൂം എന്താണ്? പാർട്ടിസിപ്പിളും നൗണും. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് എന്താണ്? ലാസ്റ്റ് സെന്റൻസ്, എ ലോങ് സപ്പോർട്ടിംഗ് കേബിൾ റെസ്റ്റഡ് ഓൺ ദ ബീം ഓവർ ദി വാൾ. എ ഇസ് ആൻ ആർട്ടിക്കിൾ, ലോങ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്, സപ്പോർട്ടിംഗ് എന്നുള്ളത് പാർട്ടിസിപ്പിൾ ആണ്, കേബിൾ നൗൺ ആണ്, ഓൺ പ്രൊപ്പോസിഷൻ ആണ്, ദ ആർട്ടിക്കിൾ, ബീം ഇസ് എ നൗൺ, ഓവർ ഇസ് എ പ്രൊപ്പോസിഷൻ, ദ ഇസ് എൻ ആർട്ടിക്കിൾ, വാൾ ഇസ് നൗൺ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ്
നമ്മുടെ ഈ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ഓൾ ദീസ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ്. ഈ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എല്ലാം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളതാണ് അല്ലേ? ഒന്നും തന്നെ അത്രയും വിഷമിപ്പിക്കുന്നതല്ല. എഗെയിൻ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഇവിടെ തീരെയാണ്. ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റേഴ്സിലെയും ലാംഗ്വേജ് ആക്ടിവിറ്റീസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ദിസ് ഇസ് എ സ്മോൾ പോർഷൻ ഓഫ് ഗ്രാമർ ഫോർ യു. അതുകൂടെയുണ്ട്, നിങ്ങളത് മനസ്സിൽ ഓർത്തിരിക്കണം. എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാമർ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം മുതലേ തന്നെ ഡിസ്കസ് ചെയ്ത് പഠിച്ചു പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഒരു ഹെൽപ്പ് ആവാൻ കൂടി വേണ്ടിയിട്ടാണ്. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് all these chapters and all these contents we have discussed here. Very good. Okay.